ഓം ശാന്തി. സന്തോഷം പോലെ ഒരു ടോണിക്ക് വേറെയില്ല എന്നാണ് പറയുക. നമ്മൾ നമ്മുടെ മനസ്സിൽ പോസിറ്റീവായ വിചാരം സദാ ഉണർത്തിക്കൊണ്ടേയിരുന്നാൽ നമ്മുടെ മനസ്സിൽ പോസിറ്റീവായ ഊർജം നിർമ്മിതമാകുന്നു. അത് മനസ്സിനും ശരീരത്തിനും പുത്തുണർവ് നൽകുന്നു, പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു. അതിനോടൊപ്പം എല്ലാ ആപത്തുകളിൽ നിന്നും സംരക്ഷണവും നൽകുന്നു. വരൂ, നമുക്ക് അങ്ങനെയുള്ള മെഡിറ്റേഷൻ ചെയ്യാം. ഓം ശാന്തി. ഞാൻ എൻ്റെ ശ്രദ്ധയെ ബാഹ്യമായ ചിന്തകളിൽ നിന്നും ശബ്ദ കോലാഹലങ്ങളിൽ നിന്നും പിൻവലിക്കുകയാണ്. ഞാൻ ആദ്യമായി എൻ്റെ ശരീരത്തിനെ വിശ്രമാവസ്ഥയിൽ കൊണ്ടുവരികയാണ്. എൻ്റെ കാൽപാദം ഇപ്പോൾ റിലാക്സ്ഡ് ആണ്. എൻ്റെ കാൽമുട്ടുകൾ റിലാക്സ്ഡ് ആണ്. അരക്കെട്ടും റിലാക്സ്ഡ് ആണ്. എൻ്റെ കഴുത്ത് വരെയുള്ള ഭാഗങ്ങൾ റിലാക്സ്ഡ് ആണ്. കൈകളും കൈപ്പത്തികളും റിലാക്സ്ഡ് ആണ്. കഴുത്തും കവിളെല്ലുകളും റിലാക്സ്ഡ് ആണ്. എൻ്റെ ശിരസ്സും ഇരു കണ്ണുകളും റിലാക്സ്ഡ് ആണ്. ഇരുപുരികങ്ങളും ഇപ്പോൾ റിലാക്സ്ഡ് ആണ്. പതുക്കെ പതുക്കെ എൻ്റെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ശ്രദ്ധ തിരുനെറ്റിയിലേക്ക്, തലച്ചോറിനുള്ളിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. തലച്ചോറിനുള്ളിൽ ഒരു നക്ഷത്രം പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അതിസുന്ദരമായ പ്രകാശ ബിന്ദുവിനെ ഞാൻ എൻ്റെ ഉൾക്കണ്ണുകൊണ്ട് കാണുകയാണ്. ആ പ്രകാശ ബിന്ദു, അതാണ് ഞാൻ. അതെ, ഞാൻ എന്നാൽ ഒരു പ്രകാശ ഊർജ കണികയാണ്. ഞാൻ അതിസൂക്ഷ്മമായ പ്രകാശ ബിന്ദുവായ ആത്മാവാണ്. ഈ ശരീരം കർമ്മങ്ങൾ ചെയ്യുവാനുള്ള എൻ്റെ ഒരു ഉപകരണം മാത്രമാണ്. ഞാൻ ആത്മാവ് ഈ ശരീരത്തിൻ്റെ അധികാരിയാണ്, യജമാനനാണ്. ഞാനാണ് ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുവാനുള്ള ഊർജം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അമരനാണ്, അവിനാശിയാണ്. ഞാൻ ഈ ദേഹത്തിൽ നിന്നും പുറത്തേക്കിറങ്ങിയാൽ ഈ പഞ്ചതത്വ നിർമ്മിതമായ ദേഹം മരിക്കും, നിശ്ചലമാകും. എന്നാൽ ഞാൻ ആത്മാവ് ഒരിക്കലും മരിക്കുന്നതേയില്ല. ആത്മാവാകുന്ന എന്നിലാണ് ചിന്തിക്കുവാനുള്ള ശക്തിയായ മനസ്സുള്ളത്. തീരുമാനമെടുക്കുവാനും ഉൾക്കണ്ണുകൊണ്ട് കാണുവാനുമുള്ള
ശക്തിയായ ബുദ്ധിയും ആത്മാവായ എൻ്റെ ഉള്ളിലാണ് ഉള്ളത്. എൻ്റെ ആവശ്യങ്ങൾ ഈ ശരീരത്തിലെ കർമ്മേന്ദ്രിയങ്ങളിലൂടെ ഞാൻ നിറവേറ്റുന്നു. ഈ കണ്ണുകൾ ഉപയോഗിച്ച് ഞാൻ കാണുന്നു, കാതുകളിലൂടെ കേൾക്കുന്നു, നാവിലൂടെ സംസാരിക്കുന്നു, കൈകളിലൂടെ കർമ്മം ചെയ്യിക്കുന്നു. എന്നാൽ ആത്മാവായ എന്നെ ഈ സ്ഥൂല നേത്രങ്ങളാൽ കാണാൻ കഴിയില്ല. ബുദ്ധിയാകുന്ന ഉൾക്കണ്ണുകൊണ്ട് മാത്രമാണ് എന്നെ കാണാൻ സാധിക്കുക. ഇപ്പോൾ ഞാൻ എന്നെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുരിക മധ്യത്തിൽ തലച്ചോറിനുള്ളിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചൈതന്യ ഊർജമാണ് ഞാൻ. പ്രകാശ ബിന്ദുവാണ് ഞാൻ. എങ്ങനെയാണോ ഒരു മുറിക്കുള്ളിൽ ദീപം തെളിയിച്ചു വെച്ചാൽ ആ ദീപനാളത്തിലെ പ്രകാശം ആ മുറി മുഴുവൻ പരക്കുന്നത്, അതേപോലെ ആത്മദീപമായ എന്നിൽ നിന്നും ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുവാനുള്ള ഊർജം മുഴുവൻ ശരീരത്തിലേക്ക് സൂക്ഷ്മ പ്രകാശ രൂപത്തിൽ എന്നിൽ നിന്നും സദാ പ്രസരിച്ചു കൊണ്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും ഈ സങ്കല്പം സ്മൃതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കൂ. ഉൾക്കണ്ണുകൊണ്ട് കാണുവാൻ ശ്രമിക്കൂ. ഈ ശരീരത്തിൻ്റെ അധികാരിയാണ് ഞാൻ. എന്നിൽ നിന്നും മുഴുവൻ ശരീരത്തിലേക്കും പ്രകാശ ഊർജം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അനുഭവം ചെയ്തുകൊണ്ടേയിരിക്കൂ. മസ്തിഷ്ക മധ്യത്തിലിരിക്കുന്ന ഞാൻ ആത്മാവ് ശക്തിശാലിയും പരമപവിത്രവുമായ ആത്മാവാണ്. കള്ളവും കപടവുമില്ലാത്ത, അവഗുണങ്ങളില്ലാത്ത, സദ്ഗുണങ്ങളാൽ നിറഞ്ഞ പരിശുദ്ധമായ ആത്മാവാണ് ഞാൻ. ബലഹീനതകളില്ലാത്ത ശക്തിശാലി ആത്മാവാണ് ഞാൻ. വീണ്ടും വീണ്ടും ഇത് ഓർമ്മയിൽ കൊണ്ടുവരാൻ ശ്രമിക്കൂ. ഈ ശക്തിശാലി സങ്കല്പങ്ങളിലൂടെ എൻ്റെ ഉള്ളിൽ ശക്തിയുടെയും പരിശുദ്ധിയുടെയും ഊർജം ഉണരുന്നതായി ഞാൻ അനുഭവിക്കുകയാണ്. പ്രകാശബിന്ദുവായി ഞാൻ ശക്തിശാലിയും പരിശുദ്ധവുമാണ്. ഈ ഊർജം വെളുത്ത പ്രകാശമായി ആത്മാബിന്ദുവിൽ നിന്നും ഉണർന്ന് ശരീരത്തിനുള്ളിലുള്ള മുഴുവൻ അവയവങ്ങളിലേക്കും വ്യാപിക്കുവാൻ തുടങ്ങുകയാണ്. അതാദ്യം മുഴുവൻ തലച്ചോറിലേക്കും
എക്സ്റേ കിരണങ്ങൾ പോലെ തുളഞ്ഞു കയറുകയാണ്. ശക്തിയുടെയും പരിശുദ്ധിയുടെയും പ്രകാശരശ്മികളാൽ തലച്ചോറിന് പുത്തുണർവ് ലഭിച്ചിരിക്കുന്നു. അതിന് അതിൻ്റെ ധർമ്മം നിറവേറ്റുവാനുള്ള ശക്തി ലഭിച്ചിരിക്കുന്നു. പതുക്കെ പതുക്കെ ശരീരത്തിൻ്റെ താഴെയുള്ള അവയവങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. കഴുത്തുവരെയുള്ള ഭാഗങ്ങൾ ഇപ്പോൾ പരിശുദ്ധവും ശക്തവുമായി തീർന്നിരിക്കുന്നു. തൊണ്ടയിലെ തൈറോയ്ഡ് ഗ്രന്ഥി ഊർജം നിറഞ്ഞ് അതികൃത്യമായ രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പിന്നീട് ആ പ്രകാശം ഇരു കൈകളിലെ മുഴുവൻ അവയവങ്ങളിലേക്ക് വ്യാപിക്കുന്നു. കൈകളിലെ എല്ലുകളും ഞരമ്പുകളും രക്തവും മാംസപേശികളും എല്ലാം പരിശുദ്ധവും ശക്തവുമായി തീർന്നിരിക്കുന്നു. എല്ലുകൾക്ക് ശക്തി ലഭിച്ചിരിക്കുന്നു. ഞാനാകുന്ന ആത്മാവിൽ നിന്നും ഒഴുകിയെത്തുന്ന പ്രകാശം പതുക്കെ പതുക്കെ കഴുത്തിന് താഴെയുള്ള ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. അരക്കെട്ടുവരെയുള്ള ഭാഗങ്ങളിൽ പവിത്രവും ശക്തിശാലിയുമായ പ്രകാശ ഊർജം എക്സ്റേ കിരണങ്ങൾ പോലെ തുളഞ്ഞു കയറുകയാണ്. ഓരോ ആന്തരിക അവയവങ്ങളും പരിശുദ്ധവും ശക്തവുമാകുകയാണ്. ശ്വാസകോശം, ഹൃദയം, ആമാശയം, കരൾ, വൃക്ക, വൻകുടൽ, ചെറുകുടൽ, ഇങ്ങനെ എന്തെല്ലാം അവയവങ്ങളുണ്ടോ അതിനെയെല്ലാം ഉൾക്കണ്ണുകൊണ്ട് കണ്ട് ഈ പോസിറ്റീവ് ഊർജം നിറയ്ക്കൂ. എല്ലാ അവയവങ്ങളും സമ്പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്ത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയാണ്. പിന്നീട് ആത്മാവിൽ നിന്നും ഒഴുകിയെത്തുന്ന പ്രകാശകിരണങ്ങൾ അരക്കെട്ടിന് താഴെയുള്ള ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. തുടകൾ, കാൽമുട്ടുകൾ, കാൽപാദങ്ങൾ, ഇവയിലെ എല്ലാ ഞരമ്പുകളും മാംസപേശികളും എല്ലുകളും എല്ലാം പാവനവും ശക്തവുമായി തീർന്നിരിക്കുന്നു. മുഴുവൻ ശരീരത്തിലെ രക്തവും ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. മുഴുവൻ ശരീരത്തിലെ എല്ലുകളും ശക്തമായി തീർന്നിരിക്കുന്നു. ഇങ്ങനെ വീണ്ടും വീണ്ടും മുഴുവൻ ശരീരത്തിലേക്കും ഈ പോസിറ്റീവ് ഊർജം ആത്മാവിൽ നിന്നും വ്യാപിക്കുന്നതായി അനുഭവിച്ചുകൊണ്ടേയിരിക്കും. മുഴുവൻ ശരീരത്തിനും ഇപ്പോൾ പ്രതിരോധ ശക്തി ലഭിച്ചിരിക്കുന്നു. ശരീരം സമ്പൂർണ്ണ ആരോഗ്യം പ്രാപ്തമാക്കിയിരിക്കുന്നു. പതുക്കെ പതുക്കെ മുഴുവൻ സൃഷ്ടിയുടെയും നാഥനായ പരമാത്മാവിനെ ഞാൻ എൻ്റെ ഉൾക്കണ്ണുകൊണ്ട് കാണുകയാണ്. സദാ പ്രകാശ സ്വരൂപനാണ് പരമാത്മാവ്. സർവശക്തിവാനും പവിത്രതയുടെ സാഗരനും ജീവദായകനുമായ
പരമാത്മാ പ്രകാശം എൻ്റെ മുന്നിൽ പ്രകാശിച്ചുകൊണ്ട് നിൽക്കുന്നു. ഞാൻ എൻ്റെ മനസ്സും ബുദ്ധിയാകുന്ന കണ്ണുകളാൽ ആ സുന്ദര സ്വരൂപത്തെ കാണുകയാണ്. പരമാത്മാവ് പ്രകാശം പരത്തിക്കൊണ്ട് നിൽക്കുന്നു. ആ ദൃശ്യം എൻ്റെ മനസ്സിനെ വളരെയധികം ആകർഷിക്കുകയാണ്. ആ ദൃശ്യം കണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ശാന്തിയും സന്തോഷവും നിറയുന്നതായി ഞാൻ അനുഭവിക്കുകയാണ്. സ്വയം പ്രകാശിച്ചുകൊണ്ട് ചുറ്റുപാടും ശക്തിയുടെയും പരിശുദ്ധിയുടെയും പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്ന ഉജ്ജ്വലവും തേജോമയവുമായ ഈശ്വരൻ്റെ സ്വരൂപം എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുകയാണ്. എന്നും ഇതുപോലെ കണ്ടുകൊണ്ടിരിക്കാൻ എൻ്റെ മനസ്സ് ആഗ്രഹിക്കുകയാണ്. എൻ്റെ മനസ്സിലെ പരിശുദ്ധിയാണ് ഈശ്വരനിലേക്ക് എന്നെ ആകർഷിക്കുന്നത് എന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈശ്വരനും എൻ്റെ പരിശുദ്ധിയിൽ ആകർഷിതനായിരിക്കുകയാണ്. മെല്ലെ മെല്ലെ സർവേശ്വരനിൽ നിന്നും എന്നിലേക്ക് പാവനവും ശക്തിശാലിയുമായ പ്രകാശം എൻ്റെ തിരുനെറ്റിയിൽ വന്ന് പതിക്കുകയാണ്. അത് തലച്ചോറിനുള്ളിൽ ഇരിക്കുന്ന ആത്മജ്യോതിയായ എന്നിൽ നിറയുകയാണ്. പരമാത്മാ കിരണങ്ങൾ എന്നെ കൂടുതൽ കൂടുതൽ ശക്തിശാലിയും പരിശുദ്ധവുമാക്കുകയാണ്. എങ്ങനെയാണോ കുടത്തിൽ നിരന്തരമായി വെള്ളം ഒഴിച്ചുകൊണ്ടേയിരുന്നാൽ കുടം നിറഞ്ഞു തുളുമ്പുന്നത്, അതേപോലെ ആത്മാവാകുന്ന പ്രകാശകുടം പരമാത്മാ കിരണങ്ങളാൽ നിറഞ്ഞ് തുളുമ്പുകയാണ്. ആ പ്രകാശം എൻ്റെ ശിരസ്സു മുതൽ കാൽപാദം വരെയുള്ള ആന്തരികവും ബാഹ്യവുമായ അവയവങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. എൻ്റെ മനസ്സ് ഇപ്പോൾ കൂടുതൽ കൂടുതൽ പരിശുദ്ധവും ശക്തിശാലിയുമായി തീർന്നിരിക്കുകയാണ്. എൻ്റെ മുഴുവൻ ശരീരവും പരമാത്മാ പ്രകാശത്താൽ നിറഞ്ഞ് സമ്പൂർണ്ണ ആരോഗ്യാവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ആ പ്രകാശം ശരീരത്തിൽ നിന്നും എൻ്റെ ചുറ്റുപാടും വ്യാപിക്കുകയാണ്. അതെനിക്ക് ചുറ്റിലും ഒരു രക്ഷാകവചമായി മാറിയിരിക്കുകയാണ്. ഞാൻ ഈശ്വരൻ്റെ പവിത്രവും ശക്തിശാലിയുമായ പ്രകാശവലയത്തിനുള്ളിലാണ്. ഞാൻ സകല ആപത്തുകളിൽ നിന്നും സുരക്ഷിതനാണ്. ഞാൻ സദാ ഈശ്വരീയ സംരക്ഷണത്തിലാണ്. ഈശ്വരൻ്റെ മുഴുവൻ ശ്രദ്ധയും എന്നിലാണ്. ഞാൻ ഈശ്വരൻ്റെ സംരക്ഷണത്തിലാണ്. ഞാൻ ഈശ്വരൻ്റെ സംരക്ഷണത്തിലാണ്.